വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് വിസ്മയിപ്പിക്കുന്ന രുചിവൈവിധ്യങ്ങളുമായി സെയിന്റ് ബേക്കൻ സ്വീറ്റ്സ്, കാളികാവ് റോഡ്, വണ്ടൂർ. ഫോൺ 9656781415. നീണ്ട ഔദ്യോഗിക ജീവിതത്തിന് വിരാമം. വണ്ടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദ് പടിയിറങ്ങി. സംസ്ഥാനത്ത് ആദ്യമായി ഉപജില്ലാ മത്സരത്തിൽ LP വിഭാഗം കുട്ടികൾക്ക് സിന്തറ്റിക് ട്രാക്കിൽ മത്സരം സംഘടിപ്പിച്ചതും പ്രീ പ്രൈമറി കുട്ടികളുടെ ഉപജില്ലാ മത്സരങ്ങൾക്ക് തുടക്കമിട്ടതും ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ്. കടമകളുടെ കണക്ക് പുസ്തകത്തിൽ ഒരു ബാക്കി പത്രവും അവശേഷിപ്പിക്കാതെയാണ് വണ്ടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി തിളങ്ങിയ കെ പ്രേമാനന്ദ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. സങ്കീർണതകളുടെ നൂലാമാലകൾ ഇല്ലാതാക്കാൻ എല്ലാ വർഷവും മെഗാ അദാലത്തുകൾ നടത്തിയിരുന്നു. ഇതില് കാര്യമായിട്ട് നമുക്ക് 100% നമ്മളൊരു ഓഫീസ് ഫയല് കംപ്ലീറ്റ് ആക്കിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേ സമയത്ത് നമുക്കറിയാലോ, ഓരോ ദിവസവും നിരവധി ഫയലുകൾ നമ്മുടെ ഓരോ സെക്ഷനിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഫയലുകൾ നമ്മൾ കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ വരുന്ന ഫയലുകൾ അത് നമുക്ക് 100% പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. മെയ് 31 ആയതോട് കൂടിയിട്ട് എല്ലാ തരത്തിലുള്ള ഫയലുകളും, പ്രത്യേകിച്ച് നമ്മുടെ ഈ എയ്ഡഡ് മേഖലയിലുള്ള സമന്വയ ഫയലുകൾ, അതുപോലെ തന്നെ ഈ തപാൽ ഈ ഓഫീസിൽ വരുന്ന ഫയലുകൾ, ഈ ഫയലുകളൊക്കെ എൻ്റെ കൈവശമുള്ളത് എന്നും എപ്പോഴും 100% അത് അപ്ഡേറ്റ് ആവണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ എൻ്റെ മാത്രം അതൊരു വിജയമായിട്ട് ഒന്നും നമ്മളതിനെ കാണുന്നില്ല. മറിച്ച് നമ്മുടെ ഒരു നല്ല ഒരു ഓഫീസ് കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. 1998 സർവീസിൽ പ്രവേശിച്ച ഇദ്ദേഹം അഞ്ചച്ചവടി, അമ്പലവയൽ എന്നിവിടങ്ങളിൽ UP അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റം കിട്ടി. നീണ്ട 21 വർഷം ഇവിടെ അധ്യാപകനായും പ്രഥമാധ്യാപകന്റെ ചുമതലയും വഹിക്കുന്നതിനിടെയാണ് 2023 കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി പ്രമോഷൻ ലഭിക്കുന്നത്. പിന്നീട് 2 വർഷം നിലമ്പൂർ ഉപജില്ലാ ഓഫീസറായി ചാർജ് എടുത്തു. നിലമ്പൂരിലെ സേവന കാലയളവിൽ ഗോത്രവർഗ വിഭാഗങ്ങളിലെ കുട്ടികളുടെ പഠന പുരോഗതിക്കായി അദ്ദേഹം നടത്തിയ വ്യത്യസ്തമായ പദ്ധതികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കാട്ടിനുള്ളിലെ ഊരുകളിലും കോളനികളിലുമെല്ലാം നേരിട്ടെത്തി പാതി വഴിയിൽ പഠനം നിർത്തിയ കുട്ടികളെയും രക്ഷിതാക്കളെയും കണ്ട് സംസാരിച്ച് അവരെ വീണ്ടും പഠന വഴിയിലേക്ക് തിരിച്ചെത്തിക്കാൻ പ്രേമാനന്ദിന് സാധിച്ചു. വിവിധ വകുപ്പുകൾ, എക്സൈസ്, പോലീസ്, അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ, പിന്നെ മുനിസിപ്പാലിറ്റി, ഇവരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് നമ്മൾ നേരിട്ട് ഒരു സംഘമായിട്ടും നമ്മൾ ഇവരുടെ വനാന്തരങ്ങളിലുള്ള ഈ ഉന്നതികളിൽ നമ്മൾ പ്രവേശിക്കുകയും അവിടെ നമ്മൾ ആദ്യം അവിടുത്തെ രക്ഷകർത്താക്കളെ കൃത്യമായിട്ട് നമ്മൾ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് നല്ല ഒരു ആദ്യം ചെല്ലുന്ന സമയത്തൊന്നും ഈ പറയുന്ന അവർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയൊന്നും ഉണ്ടാവില്ല. കുട്ടികളാണെങ്കിൽ നമ്മളെ കണ്ട് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണുള്ളത്. പക്ഷെ പിന്നീട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് പോകുന്നതോട് കൂടിയിട്ട് അവരുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റി. അതിൽ നിന്ന് നമുക്ക് എന്താണ്, ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികളെയും സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെയും സ്ഥിരമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പരമാവധി നമുക്ക് സാധിച്ചു. 100% നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ ആ കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുള്ള കൂടെ അവരും വിദ്യാഭ്യാസം നേടണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വിശാലമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ശ്രമം നടത്തിയുള്ളത്. വണ്ടൂരിൽ അധ്യാപകരെയും അനധ്യാപകരെയും ഉൾപ്പെടുത്തി ഉപജില്ലാ കലോത്സവം നടത്തിയതും കായികാധ്യാപകരുടെ സമരകാലത്തും ഉപജില്ലാ കായികമേള വിജയകരമായി പൂർത്തിയാക്കിയതും പ്രേമാനന്ദിന്റെ സംഘാടക മികവായിരുന്നു. ഈ കുട്ടികൾ കൃത്യമായിട്ട് നല്ല പരിശീലനം അവർക്ക് കിട്ടണമെന്നും അടിസ്ഥാനത്തിൽ അവർ ജില്ലയിലും സംസ്ഥാനത്തും അവരുടെ മികവുകൾ പുലർത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനവേദൻ സ്കൂളിൽ നിലമ്പൂരുള്ള അവിടെ സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്. അവിടെ നമ്മളെ കുട്ടികൾ ഇതുവരെ അവിടെ മത്സരങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ല. അപ്പോൾ 2ാമത്തെ വർഷമായപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഒരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ അധ്യാപക സമിതിയുമായിട്ടും HM ഫോറമായിട്ടും അതുപോലെ തന്നെ മാനവേദൻ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റുമായിട്ടും മറ്റ് അധ്യാപകരോടും ഒക്കെ രാഷ്ട്രീയ പ്രമുഖരോടൊക്കെ നമ്മൾ ഇടപെട്ടപ്പോഴാണ് നമുക്ക് അവിടെ ആ സിന്തറ്റിക് ട്രാക്ക് ഉപയോഗിക്കാമെന്നുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ആദ്യ വർഷം നമ്മൾ മറ്റ് UP ഹൈസ്കൂള് തലങ്ങളിൽ, ഹയർ സെക്കൻഡറി തലങ്ങളിലാണ് നമ്മൾ ആ മത്സരം നടത്തിയെങ്കിൽ പിന്നീട് നമ്മളത് LP കൂടി സിന്തറ്റിക് ട്രാക്കിൽ കുട്ടികൾ പരിശീലനം നേടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മത്സരം അവിടെ നമ്മുടെ ഒരു സംസ്ഥാന തലത്ത് സ്പോർട്സൊക്കെ നടക്കുന്നത് പോലെ, അത്ലറ്റിക്സ് നടക്കുന്നത് പോലെയുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തുടക്കം തന്നെ നമ്മുടെ കുട്ടികളെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൺ സ്റ്റാർട്ട് ഉപയോഗിച്ചുകൊണ്ടും
ഫോട്ടോ ഫിനിഷിങ്ങിലുമാണ് ഈ സ്പോർട്സ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചാലും വിദ്യാഭ്യാസ സേവന മേഖലകളിൽ തന്നെ സജീവമായി നിലയുറപ്പിക്കാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം.